PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. ഈ 6 ക്ലാസ്സുകളിൽ 2 ക്ലാസ് ലൈവും 4 ക്ലാസ് റെക്കോർഡഡും ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള 2 ക്ലാസ്സുകളാണ് ലൈവ്, രാത്രി 8 മണിക്കും രാത്രി 10:30ക്കുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ. അതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സുമാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ബാക്കി 4 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ നമ്മുടെ കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം, SCERT, NCERT അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ ക്ലാസ്സുകൾ കണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുവരിക. ചെറിയ ക്ലാസ്സുകളാണ് കേട്ടോ, അധികം സമയമൊന്നും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ സമയത്ത് അതായിരിക്കണം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസവും ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവിഷനും PYQ ഡിസ്കഷനും എക്സാമും എല്ലാം കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ജിയോമെട്രിയിലെ സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം. അപ്പോൾ നമ്മൾ ത്രികോണം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, വൃത്തം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അർദ്ധവൃത്തമാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അർദ്ധവൃത്തം അഥവാ സെമി സർക്കിളിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറയുന്ന ഭാഗം വൃത്തിയായി പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ട് വൃത്തം എന്ന് പറയുന്നത് വൃത്തിക്ക് പഠിച്ചവരാണെങ്കിൽ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറയുന്ന ഈ ഭാഗം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സർക്കിളിന്റെ ക്ലാസ് നിങ്ങൾ ആദ്യം കാണുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇതാണ് ഒരു സർക്കിൾ എന്ന് പറഞ്ഞു അല്ലെ. ആ സർക്കിളിന്റെ പകുതിയാണ് അല്ലെ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ. സെമി സർക്കിൾ, സർക്കിളിന്റെ ഇത്രയും ഭാഗം, പകുതി ഭാഗം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഭാഗം. സെമി സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? സർക്കിളിന്റെ പകുതിയാണ്. അർദ്ധവൃത്തം, അർദ്ധം എന്ന് വെച്ചാൽ എന്താണ്? പകുതി. അപ്പോൾ ഒരു വൃത്തത്തിന്റെ പകുതി ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അർദ്ധവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സെമി സർക്കിളിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ സർക്കിളിന് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കേന്ദ്രം ഉണ്ടെന്ന് പഠിച്ചു അല്ലെ. കേന്ദ്രത്തിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനൊക്കെ എന്താണ്? റേഡിയസ് ആണെന്ന് പഠിച്ചു. ഓക്കെ, സർക്കിൾ പഠിച്ചത് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് സെമി സർക്കിളിന്റെ കാര്യവും. സെമി സർക്കിളിന് ഒരു കേന്ദ്രമുണ്ട് അല്ലെ. ഇവിടെ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ലൈൻ എന്തായിരിക്കും? ഇത് റേഡിയസ് ആയിരിക്കും. ഇത് റേഡിയസ് ആണെങ്കിൽ ഇതും റേഡിയസ് ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ അതും റേഡിയസ് ആണ്. ഇങ്ങോട്ട് വരച്ചാലും റേഡിയസ് ആണ്. ഇതെല്ലാം നമുക്കറിയാം അല്ലെ. സെന്ററിൽ നിന്നും എങ്ങോട്ട് വരയ്ക്കുന്ന ഈ ലൈനുകളൊക്കെ എന്താണ്? റേഡിയസ് ആണ്. ഈ 2 റേഡിയസും കൂടെ ചേരുന്ന ഈ ഭാഗമാണ് എന്ത്? ഇതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ, നമ്മൾ സർക്കിൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് റേഡിയസ് ആണ്, ഇത് ഡയമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 2 ആംഗിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സർക്കിളിന്റെ പകുതിയായ ഈ അർദ്ധവൃത്തത്തിന്റെ ആംഗിൾ എത്രയായിരിക്കും? 360ന്റെ പകുതിയായിരിക്കും അല്ലെ. വൃത്തത്തിന്റെ പകുതിയാണ് അർദ്ധവൃത്തം. അപ്പൊ വൃത്തത്തിന്റെ മൊത്തം ആംഗിൾ 360 ആണ്. അപ്പൊ അർദ്ധവൃത്തത്തിന്റെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അത് ആദ്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു ആംഗിളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണെന്ന് വെച്ചാൽ
ഈ സെമി സർക്കിൾ അല്ലെങ്കിൽ ഈ അർദ്ധവൃത്തത്തിനുള്ളിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ത്രികോണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും ഒക്കെ വരയ്ക്കാം. പക്ഷെ അങ്ങനെയല്ല, ഈ 2 പോയിന്റ് ഇല്ലേ സെമി സർക്കിളിന്റെ ഈ ഒരു അറ്റവും പിന്നെ ഈ കേർവ്ഡ് ഷേപ്പിലെ ഏതെങ്കിലും ഒരു പോയിന്റും കൂടെ കണക്ട് ചെയ്യുന്ന ഏതൊരു ട്രയാങ്കിളും പറയുമ്പോൾ എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഈ ഒരു പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റും ഈ പോയിന്റും ഇങ്ങനെ ഈ 3 പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഈ 3 അറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഏതൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചാലും ഈ ഒരു പോയിന്റ് മുകളിലത്തെ ഒരു പോയിന്റ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഏതൊരു ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ മട്ടത്രികോണമായിരിക്കും. ഓക്കെ, എന്താണ് മട്ടത്രികോണം എന്നുള്ളത് നമ്മൾ ത്രികോണത്തിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 90 ഡിഗ്രി അല്ലെ, 90 ഡിഗ്രി കോണ് വരുന്നതാണ് മട്ടത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിൽ നമ്മൾ അതിൻ്റെ ഈ ഒരു പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റും അങ്ങനെ 3 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഏതൊരു ത്രികോണം എടുത്താലും അതെന്തായിരിക്കും? അത് ഒരു റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണമായിരിക്കും. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഈ 2 ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അർദ്ധവൃത്തത്തിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയും അതിനകത്ത് നമ്മൾ ഈ 2 പോയിന്റും ഇവിടെയും കൂടെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന ഏതൊരു ആംഗിൾ എടുത്താലും അത് എന്തായിരിക്കും? അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, മട്ടത്രികോണമായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കിട്ടിയോ? ഇനി നമുക്ക് പഠിക്കേണ്ട 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ എല്ലാത്തിനും പഠിച്ചതുപോലെ ഏരിയ, 2 പെരിമീറ്റർ. ഓക്കെ, വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ്, അതുപോലെ ചുറ്റളവ്. ഇത് 2ഉം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ സെമി സർക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ, അത് വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കാം, ആദ്യം നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നോക്കാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വൃത്തത്തിന്റെ ഏരിയ നമ്മൾ പഠിച്ചു. എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് അല്ലെ. വൃത്തത്തിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാണ്? വൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം അല്ലെ, ഇത് മൊത്തമായിട്ട് പൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയ എന്തായിരിക്കും? വൃത്തത്തിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പൊ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിന്റെ പകുതിയാണ്. അപ്പോൾ പൈ ആർ സ്ക്വയറിന്റെ പകുതിയായിരിക്കും അല്ലെ. പൈ ആർ സ്ക്വയറിന്റെ പകുതിയായിരിക്കും എന്ത്? അർദ്ധവൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. പൈ ആർ സ്ക്വയറിന്റെ പകുതി എന്ന് പറയുമ്പോൾ പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി. 1/2 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണ് ഒരു അർദ്ധവൃത്തത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ വൃത്തം എന്ന് പറയുന്ന ഭാഗം നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. നമുക്ക് മനസ്സിലാവും വൃത്തത്തിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ പകുതിയാണ് വരിക. പകുതി എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയറിനെ ഹാഫ് കൊണ്ട് ഗുണിച്ചു. 1/2 ഇൻറ്റു പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പെരിമീറ്റർ അഥവാ ചുറ്റളവിന്റെ ഇക്വേഷൻ ആണ്. ചുറ്റളവിന്റെ ഇക്വേഷൻ, വൃത്തത്തിന്റെ ചുറ്റളവ് എന്താണ്? വൃത്തത്തിന്റെ ചുറ്റളവ് 2πr ആണ് അല്ലെ. 2πr ആണ്. പക്ഷെ നമുക്ക് ഇവിടെ 2πrന്റെ പകുതിയാണ് അർദ്ധവൃത്തത്തിന്റെ. നമ്മൾ ഏരിയയുടെ എന്താണ് പറഞ്ഞത്? പൈ ആർ സ്ക്വയർ ആണെങ്കിൽ പകുതിയാണ്, ബൈ 2 ആണെന്ന് പറഞ്ഞു. അതുപോലെ 2πr ബൈ 2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് കേർവ്ഡ് ആയിട്ടുള്ള മൊത്തം ഭാഗമാണ് എന്ത്? 2πr. നമുക്ക് സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമുണ്ട്, പിന്നെ ഈ സ്ട്രൈറ്റ് ലൈൻ കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗത്തിന്റെ എന്ന് പറയുമ്പോൾ 2πrന്റെ പകുതിയായിരിക്കും അല്ലെ. മൊത്തം വൃത്തത്തിന്റെ ചുറ്റളവ് 2πr ആണെങ്കിൽ അതിന്റെ പകുതി 2πrന്റെ പകുതി എത്രയാണ്? പൈ ആർ ഉണ്ട്. കൂടെ എന്തുകൂടി ഉണ്ട്? ഈ ഭാഗം കൂടി ഉണ്ട്. ഈ ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്, ഇവിടെ ഒരു റേഡിയസ് ഉണ്ട് അല്ലെ. അപ്പോൾ പ്ലസ് 2 റേഡിയസും കൂടെ ചേർന്നതാണ് അല്ലേ. മനസ്സിലായോ? വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലെ. 2πrന്റെ പകുതി എന്ന് പറയുമ്പോൾ പൈ ആർ എത്രയും ഭാഗമേ വരുള്ളൂ? ഇത്രയും ഭാഗമാണ് പൈ ആർ വരുള്ളൂ.
ബാക്കി ഈ സ്ട്രൈറ്റ് ലൈനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ചുറ്റുമുള്ള അളവ് എന്ന് പറയുമ്പോൾ മൊത്തം ഇതും പിന്നെ ഇതും കൂടെ വരും സെമി സർക്കിളിൻ്റെ അല്ലേ. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 2 റേഡിയസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ πr + 2r ആണ് സെമി സർക്കിളിൻ്റെ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. കിട്ടിയല്ലോ. ഇത്രയും കാര്യം മാത്രമേ നമുക്ക് സെമി സർക്കിളിൽ പഠിക്കാനുള്ളൂ, അർദ്ധവൃത്തത്തിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിൻ്റെ പകുതി ഭാഗമാണ്. ഒരു വൃത്തത്തിൻ്റെ മൊത്തം കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെങ്കിൽ അർദ്ധവൃത്തത്തിൻ്റെ കോണളവ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ അർദ്ധവൃത്തത്തിൽ നമ്മൾ ഈ 2 പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റും അങ്ങനെ 3 പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഏതൊരു ട്രയാങ്കിൾ അല്ലെങ്കിൽ കോണിൻ്റെയും അളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു മട്ട ത്രികോണമായിരിക്കും. ദെൻ അർദ്ധവൃത്തത്തിൻ്റെ കേന്ദ്രം ഇതാണെങ്കിൽ ഇതെല്ലാം എന്താണ്? ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈനുകളെല്ലാം ആരമാണ് അല്ലേ. 2 ആരങ്ങൾ ചേരുമ്പോൾ അത് വ്യാസമാകും. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. ദെൻ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, അര ഇൻറ്റു πr² ആണ്. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ πr + 2r ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കുക. 6 സെന്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം എത്ര? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആരം തന്നിട്ട് വിസ്തീർണം കാണാനാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആകെ അറിയേണ്ടത് എന്താണ്? വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അർദ്ധവൃത്തത്തിന്റെ നമ്മളിപ്പോൾ പഠിച്ചു, ½ × πr² ആണ് അല്ലേ. അര × πr² ആണ് എന്ത്? അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് 6 തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലേ. ആരം തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6ന്റെ വാല്യൂ നമ്മൾ എവിടെ ഇട്ട് കൊടുത്താൽ മതി? ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അര × π × r² എന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 6 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ 2 36 എത്ര പ്രാവശ്യം പോകും? 18 പ്രാവശ്യം പോകും അല്ലേ. അപ്പോൾ ½ × π × 18 എന്ന് പറയുമ്പോൾ 1 × π × 18 എന്ന് പറയുമ്പോൾ 18 π സെന്റിമീറ്റർ² വിസ്തീർണം ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ വൃത്തം നന്നായിട്ട് പഠിച്ചവർക്ക് ഈ ഇക്വേഷൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല പഠിക്കാനായിട്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ½ × πr². 6 നമുക്ക് തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ ഈ ആരത്തിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 18 π സെന്റിമീറ്റർ² എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. വ്യാസം 14 സെന്റിമീറ്റർ ആയ അർദ്ധവൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? വ്യാസം 14 സെന്റിമീറ്റർ. വ്യാസമാണ് തന്നിട്ടുള്ളത്, ആരമല്ല. പക്ഷെ നമുക്കറിയാം വ്യാസം തന്നെങ്കിൽ നമുക്ക് ആരം കാണാൻ അറിയാലോ. വ്യാസത്തിന്റെ പകുതി ആയിരിക്കും ആരം എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ആരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ചുറ്റളവിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചുറ്റളവിന്റെ ഇക്വേഷൻ പറഞ്ഞോളൂ. എന്താണ് ചുറ്റളവിന്റെ ഇക്വേഷൻ? P = πr + 2r ആണ് അല്ലേ. πr + 2r ആണ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൽ r എത്രയായിരിക്കും? വ്യാസം 14 ആണ്. അങ്ങനെയാണെങ്കിൽ r എന്ന് പറയുന്നത് 14ന്റെ പകുതി, വ്യാസത്തിന്റെ പകുതി ആയിരിക്കും ആരം. അപ്പോൾ 7 സെന്റിമീറ്റർ ആണ് എന്ത്? ആരം എന്ന് പറയുന്നത്. 14ന്റെ പകുതി 7 ആയിരിക്കും. അപ്പോൾ 6 നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് πr, അപ്പോൾ π × r എന്ന് പറയുന്നത് 7 + 2r എന്ന് പറയുമ്പോൾ 2 × 7. ഓക്കെ, അപ്പോൾ π × 7 + 2 × 7 കിട്ടിയല്ലോ. അപ്പം നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ്? നമ്മുടെ ഓപ്ഷനിൽ ഉത്തരം തന്നിട്ടുള്ളത് പൈയുടെ ഫോമിലല്ല. 18 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 36 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ അവിടെ പൈ ഇല്ലാത്ത ഒരു വാല്യൂ ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ പൈ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ പൈ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പൈയുടെ വാല്യൂ എന്താണ് എന്നുള്ളത്. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 22/7. ഈ വാല്യൂ എടുക്കാൻ കാര്യം എന്താണ്? 3.14 വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇവിടെ 7 ഉണ്ട് അല്ലേ. അപ്പോൾ 7 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നത് ഏതാണ്? 22/7 തന്നെയാണ്.
അപ്പം നമ്മൾ അത് ഇട്ട് കൊടുത്തു. ഓക്കെ, പൈയുടെ വാല്യൂ ആയിട്ടുള്ള 22/7. എന്തുകൊണ്ടാണ് ഇവിടെ പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തത്? നമ്മുടെ ഓപ്ഷനിൽ പൈയുടെ ഫോമിലല്ല ആൻസർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പൈ കളയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പൈയുടെ വാല്യൂ ആയിട്ടുള്ള 22/7 ഇട്ട് കൊടുത്തു. ബാക്കി അതുപോലെ എഴുതാം. 7 + 2 × 7 എന്ന് നമ്മൾ എഴുതി. ഇവിടെ 7ഉം 7ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താണുള്ളത്? ഇവിടെ 22 ഉണ്ട്, പ്ലസ് ഇവിടെ എന്താണുള്ളത്? 2 × 7 14. ഓക്കെ, അപ്പോൾ 22ഉം 14ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 36 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ, വളരെ എളുപ്പമല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? വ്യാസം തന്നിട്ട് ചുറ്റളവ് കാണാനാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് വ്യാസത്തിന്റെ ഇക്വേഷൻ അറിയാം. പൈ = πr + 2r എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം. അപ്പം നമുക്കതിൽ 6 കിട്ടാൻ വേണ്ടിയിട്ട് വ്യാസം 14 ആണെങ്കിൽ ആരം എത്രയാണ്? വ്യാസത്തിന്റെ പകുതിയാണ്. അപ്പോൾ ഈ 6ന്റെ വാല്യൂ നമ്മൾ 7 എന്നുള്ളത് ഇട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് ആൻസറിൽ ഓപ്ഷനിൽ പൈയുടെ ഫോമിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് പൈ ക്യാൻസൽ ചെയ്യണം. അപ്പം നമ്മൾ പൈയുടെ വാല്യൂ ആയിട്ടുള്ള 22/7 എന്ന് പറയുന്നത് ഇട്ട് കൊടുത്തു. 7ഉം 7ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് എന്താണ്? 22 + 2 × 7 14. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 12 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണത്തിന്റെ വിസ്തീർണം എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനുള്ള വഴിയുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ എളുപ്പ വഴി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെമി സർക്കിൾ എന്ന് വിചാരിക്കുക. ഓക്കെ, സെമി സർക്കിൾ ആയിട്ടില്ല. അപ്പോൾ ഇതാണ് ഒരു സെമി സർക്കിൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? 12 സെൻറ്റിമീറ്റർ ആരമുള്ള, അല്ലേ? 12 സെൻറ്റിമീറ്റർ ആരം. അപ്പോൾ ഇത് കേന്ദ്രമാണെങ്കിൽ ഇത് 12 സെൻറ്റിമീറ്റർ ആണ്, ഇത് 12 സെൻറ്റിമീറ്റർ ആണ് ആരമല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും എന്താണ്? ഇതും 12 സെൻറ്റിമീറ്റർ ആണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ 12 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണം. അപ്പോൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ത്രികോണം എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഈ ഒരു പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ത്രികോണമാണ്. അപ്പോൾ അതിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ത്രികോണം എന്ന് പറഞ്ഞാൽ ഏത് ത്രികോണമായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. നമുക്ക് ഈ പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് മതി. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പോയിന്റുകളൊക്കെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ത്രികോണങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ത്രികോണം കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കണം? ഈ കറക്റ്റ് സെന്ററിൽ നിന്ന് പോകുന്ന ഇതും അല്ലേ, ഈ പോയിന്റും ഇങ്ങനെ വരയ്ക്കുന്ന ത്രികോണമായിരിക്കും ഇതിലെ ഏറ്റവും വലുത്, അല്ലേ? നിങ്ങൾ നോക്കൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ അത് കുറച്ചും കൂടി ചെറുതായിരിക്കും, ഇങ്ങനെ വരച്ചാലും ചെറുതായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വേറെ രീതിയിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ അത് ചെറുതായിരിക്കും, ഇങ്ങനെ വരച്ചാൽ ചെറുതായിരിക്കും, അല്ലേ? ഇങ്ങനെ വരച്ചാൽ ചെറുതായിരിക്കും, അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചാൽ ചെറുതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും വലുത് വരയ്ക്കാൻ പറ്റുന്ന ഏതായിരിക്കും? ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും ഇങ്ങനെയും വരയ്ക്കുന്ന ത്രികോണമായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ത്രികോണമായിട്ട് പറയാൻ പറ്റും, ആണല്ലോ? അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ത്രികോണം എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിൽ, അല്ലേ? സെൻറ്ററിൻ്റെ നേരിട്ട് ഈ വരുന്ന ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ത്രികോണമായിരിക്കും എന്ത് വരുന്നത്? ഏറ്റവും വലിയ ത്രികോണം. അപ്പോൾ ത്രികോണം കിട്ടി. ഇനി ഇതിൻ്റെ വിസ്തീർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനായിട്ട് നമുക്ക് ത്രികോണം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ½ അല്ലേ? അര × പാദം × ഉന്നതി, അല്ലേ? ½ പാദം h എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നതി എന്ന് പറഞ്ഞാൽ പാദത്തിലോട്ട് വരയ്ക്കുന്ന ഹൈറ്റ്, അല്ലേ? ഈ ലംബത്തെയാണ് എന്ത് പറയുക? ഉന്നതി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ½ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് എന്താണ്? ഈ ത്രികോണത്തിന്റെ പാദം എന്ന് പറയുന്നത് ഇതല്ലേ? പാദം എന്ന് പറയുമ്പോൾ ഇത് ആരം 12 സെൻറ്റിമീറ്റർ ആണ്, ഇതും 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പാദം എത്രയാണ്? ടോട്ടൽ 12 12 24, അല്ലേ? പാദം 24 ആണ്. ഇൻറ്റു ഉന്നതി എത്രയാണ്? ഉന്നതി എന്ന് പറയുന്നത് എന്താണ്? ഈ പാദത്തിലോട്ട് വരയ്ക്കുന്ന ഈ ഹൈറ്റിനെയാണ് ഉന്നതി എന്ന് പറയാം. അപ്പം ഇതും എന്താണ്? സെമി സർക്കിളിന്റെ ആരം തന്നെയാണ്. അപ്പോൾ ഉന്നതി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്, അല്ലേ? ഇത് 12 ആണെങ്കിൽ ഇത് ആരം തന്നെയാണ്, അപ്പോൾ അത് 12 ആണ്. അപ്പോൾ ഉന്നതി എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. കിട്ടിയോ? അപ്പോൾ ½ BH ആണ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം.
ത്രികോണം നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചവർക്ക് അത് കിട്ടും. അപ്പോൾ ഹാഫ് ബി എച്ച് ആണ്. അതിൽ ബി എന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് എന്താണ്? ഇത് റേഡിയസ് 12 ആണെങ്കിൽ ഇതും 12 ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 24 സെൻറ്റിമീറ്റർ ആണ് ഈ ത്രികോണത്തിൻ്റെ പാദം. ഇനി എച്ച് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, പാദത്തിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ഹൈറ്റിനെയാണ് എച്ച്. ത്രികോണത്തിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഓരോ ഓർഡറിൽ പറയുന്നത്. ഇപ്പോൾ ത്രികോണം, അത് കഴിഞ്ഞ് വൃത്തം, അത് പഠിച്ചതിന് ശേഷം ഇതിലോട്ട് വന്നാലാണ് ഈസി ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ ഇതാണ് ഉന്നതി 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്താൽ പോരെ, ക്യാൻസൽ ചെയ്യാം. 2 24 എത്ര പ്രാവശ്യം പോകും? 12 പ്രാവശ്യം അല്ലേ, 2 ൽ 2 1 പ്രാവശ്യം. ബാക്കി എന്താണുള്ളത്? 12 × 12 എന്ന് പറയുമ്പോൾ 144 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യുന്ന വഴി. ഓക്കെ, 144 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് വിസ്തീർണം കിട്ടും. ഇനി ഞാനൊരു എളുപ്പ വഴിയുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരം തന്നിട്ട് ഒരു അർദ്ധവൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ വിസ്തീർണം കേട്ടോ, ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ മാത്രം എങ്ങനെ നമുക്ക് എഴുതാം? നമുക്ക് തന്നിട്ടുള്ള ആരം എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. നമുക്ക് ആരം എത്രയാണ് തന്നിട്ടുള്ളത്? 12 സെൻറ്റിമീറ്റർ ആണ്. 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144. അത് തന്നെയല്ലേ നമുക്ക് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ ഇതാണ് എളുപ്പ വഴി. അപ്പോൾ അത് എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതി ചെയ്തത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, കാരണം നമുക്ക് കുറേ അധികം ട്രിക്സ് ഉണ്ടാവും. നമ്മളിങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് ഓരോ ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ചില സമയത്ത് ആ ട്രിക്സ് മറന്നു പോയാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു തരുന്ന ഈ പിക്ചറൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് എന്താണ്, ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ട്രിക്സ് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ വെറുതെ ട്രിക്സ് മാത്രം പഠിച്ചാലും ട്രിക്സ് മറന്നു പോയാൽ മൊത്തം പോയി. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ഐഡിയ കിട്ടി അത് പഠിച്ചതിന് ശേഷം ട്രിക്ക് പഠിച്ചു വെക്കുമ്പോൾ ആ ട്രിക്സ് മറന്നു പോയാലും നമുക്ക് എന്താണ്, ആ ഒരു ഏകദേശം ചിത്രം വരച്ച് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ശരിക്കും ചെയ്യുന്ന വഴി. എങ്ങനെയാണ്? ഏറ്റവും വലിയ ത്രികോണം എന്ന് പറയുമ്പോൾ ഈ സെൻറ്റർ പോയിന്റ് അല്ലെ, കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലൈനിന് തൊട്ട് വരുന്നതാണ് വലിയ ത്രികോണം. അപ്പോൾ അതിൻ്റെ വിസ്തീർണം കാണാനായിട്ട് ഹാഫ് ബി എച്ച് ആണ് ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ. അതിൽ ബി എന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ പാദമാണ്. പാദം എന്ന് പറയുന്നത് നമുക്ക് ആരം 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതും 12 ആണ്. ടോട്ടൽ 24 സെൻറ്റിമീറ്റർ എന്ന് പാദം കിട്ടി. ഹൈറ്റ് എന്ന് പറയുന്നത് പാദത്തിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ഹൈറ്റ്, അതാണ് ഉന്നതി അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ 12 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുത്തു. ദെൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 144 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ എളുപ്പവഴി എന്താണ്? നമുക്ക് എത്രയാണോ ആരം തന്നിട്ടുള്ളത്, അപ്പോൾ ഇതിൽ എന്താണ് ചോദ്യം അതും കൂടെ ശ്രദ്ധിക്കണം. ഒരു അർദ്ധവൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എന്ത്? തന്നിട്ടുള്ള ആരത്തിൻ്റെ സ്ക്വയർ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, PSCയുടെ എക്സാമുകൾക്കൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്ത് മാക്സിമം സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലേ. അപ്പോൾ അത്രയും നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. ഈ ട്രിക്സ് ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്ത് എഴുതിയാൽ മതി. ഇനി അത് മറന്നു പോയാലും നമുക്ക് ചോദ്യം വിട്ടുകളയാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, 8.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ത്രികോണം ഉണ്ട്. അതിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് വരയ്ക്കാം അല്ലേ. ഒരു അർദ്ധവൃത്തമുണ്ട്. ഇതിൽ എന്താണ് പറയുന്നത്? ആരം 8.5 സെൻറ്റിമീറ്റർ അല്ലേ. 8.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തം. ഇതിൽ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ത്രികോണം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഈ പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റും കൂടെ മുട്ടിച്ചിട്ട് വേണം വരയ്ക്കാൻ. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു. 3 പോയിന്റും കൂടെ മുട്ടണമെന്നേ ഉള്ളൂ. അത് നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം ത്രികോണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു. ഇതിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് വശമാണ് 8 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തീരുമാനിക്കണം. ഈ വശമാകുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് ആരം 8.5 ഇവിടെയായി. ഇതും എന്താണ്? ആരമാണ്. അപ്പോൾ ഇതും 8.5 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വന്നു? 17 സെൻറ്റിമീറ്റർ എന്ന് വന്നു അല്ലേ. അപ്പോൾ ഈ ഭാഗമല്ല, ത്രികോണത്തിൻ്റെ പാദം അല്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കണം. അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ ആണ് എന്ന് ഞാൻ എടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു ഭാഗം 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതല്ല എന്ന് ഷുവറാണ്. അപ്പോൾ ഇതോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ 8 സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ കൊടുത്തു. ഇനി ഇതിൻ്റെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ
സെമി സർക്കിളിന്റെ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അർദ്ധവൃത്തത്തിനുള്ളിൽ ഈ 2 പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഏതൊരു ത്രികോണവും എന്ത് ത്രികോണമാണ്? മട്ടത്രികോണമാണ് എന്ന് പറഞ്ഞു. റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇതും ഉറപ്പായും എന്ത് ത്രികോണമാണ്? മട്ടത്രികോണമായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു പോയിന്റും ഈ പോയിന്റും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഏതൊരു ത്രികോണവും മട്ടത്രികോണമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു മട്ടത്രികോണം അല്ലേ? അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ വിസ്തീർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയോ? മട്ടത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മട്ടത്രികോണത്തിന്റെ ക്ലാസ്സിൽ. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം അല്ലെ? അര ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ് മട്ടത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ വിസ്തീർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ട്രയാങ്കിളിനെ അങ്ങനെ ഇവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഇങ്ങനെ നിർത്തി. ഓക്കെ, ഈ ട്രയാങ്കിളിനെ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുത്തനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് പേര് കൊടുക്കാം. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേര് കൊടുക്കാം. എ ബി സി എന്ന് നമ്മൾ പേര് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ എ ബി സി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അതുപോലെ തന്നെ പേര് കൊടുക്കണം. ബി സി ആണ് നമ്മുടെ ബി സി, ഇവിടെ എ, ഇങ്ങനെ നമ്മൾ പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ എ സി എന്ന് പറയുന്നത് എത്രയാണ്? എ സി എന്ന് പറയുന്നത് 17 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എ സി കിട്ടി, എ ബിയും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി സി അല്ലേ? ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ത്രികോണം തന്നെയാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എ ബി സി എന്ന് പേര് കൊടുത്ത് ഇങ്ങോട്ട് ഞാൻ അതിനെ എടുത്ത് വരച്ചു. ഇങ്ങനെ കിടക്കുന്ന ത്രികോണത്തെ ഇങ്ങനെ കുത്തരം നിർത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരേ പേര് തന്നെയല്ലേ? നോക്കൂ, എ സി 17 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ എ ബി 8 സെൻറ്റിമീറ്റർ. ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ബി സി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ബി സി എന്ന് പറയുന്നത് ഈ മട്ടത്രികോണത്തിന്റെ എന്താണ്? ലംബമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ലംബം നമുക്ക് കിട്ടി. ഇനി അപ്പോൾ ലംബം നമുക്ക് കണ്ടുപിടിക്കണം. ബി സി ആണ് ലംബം എന്ന് മനസ്സിലായി. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെന്താണ്? മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൽ പൈഥഗോറസ് സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൈഥഗോറസ് സിദ്ധാന്ത പ്രകാരം ഈ ലംബം കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് ലംബം കാണാനായിട്ട് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ലംബം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് കർണം സ്ക്വയർ എന്ന് പറയുമ്പോൾ 17 സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ. ഓക്കെ, കർണം 17ന്റെ സ്ക്വയർ എത്രയാണ്? 289 മൈനസ് 64. ഓക്കെ, 289 മൈനസ് 64. അപ്പോൾ 289 64 പോയാൽ എത്രയാണ്? 9 4 പോയാൽ 5, 8 6 പോയാൽ 2. ഓക്കെ, അപ്പോൾ 225. റൂട്ട് ഓഫ് 225 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിൻ്റെ റൂട്ടാണ്? 15ന്റെ റൂട്ടാണ് 225 അല്ലേ? അപ്പോൾ നമുക്ക് ലംബം കിട്ടി 15 സെൻറ്റിമീറ്റർ എന്ന്. ഓക്കെ, എങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം വിസ്തീർണം എന്ന് പറയുന്നത് മട്ടത്രികോണത്തിന്റെ വിസ്തീർണം ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ്. ആ ഇക്വേഷനിൽ ലംബം നമുക്ക് പാദം അറിയാം, ലംബം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ട്രയാങ്കിൾ നമുക്കറിയാം മട്ടത്രികോണമാണെന്ന്. ആ മട്ടത്രികോണത്തെ ഇങ്ങോട്ട് എടുത്ത് വരച്ചു. ആ ലംബം കണ്ടുപിടിക്കാൻ വേണ്ടി കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്തു. നമുക്ക് ലംബം എത്ര കിട്ടി? 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ലംബം കിട്ടിക്കഴിഞ്ഞു. പാദം നമുക്കറിയാം എത്രയാണെന്നുള്ളത്. പിന്നെന്താണ്? നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ വിസ്തീർണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം എന്ന് പറയുമ്പോൾ അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അര ഇൻറ്റു പാദം എത്രയാണ്? ഇതിൻ്റെ പാദം 8 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു ലംബം എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? 15 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ആ 15 ഇവിടെ ഇട്ട് കൊടുത്തു. 2ൽ 2 ഒരു പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം. 4 ഇൻറ്റു 15 എത്രയാണ്? 60 അല്ലേ? 60 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? 8.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ത്രികോണമുണ്ട് അല്ലേ? അതിൻ്റെ ഒരു വശവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തത്?
ആദ്യം നമ്മൾ ഒരു അർദ്ധവൃത്തം വരച്ചു, അതിലൊരു ട്രയാങ്കിൾ വരച്ചു. ആരം നമുക്കറിയാം 8.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ 17 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. ഏതോ ഒരു വശം 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ 8 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ ഇതൊരു മട്ടത്രികോണമാണ് അല്ലേ, ഒരു സെമി സർക്കിളിനുള്ളിൽ വരയ്ക്കുന്ന ഇങ്ങനെ വരയ്ക്കുന്ന ഈ 2 പോയിന്റും ഇവിടെ മൂന്നാമതൊരു പോയിന്റും കൂടെ മുട്ടിച്ച് വരയ്ക്കുന്ന ഏതൊരു ത്രികോണം എന്താണ്? മട്ടത്രികോണമാണ്. അപ്പോൾ മട്ടത്രികോണത്തിന്റെ വിസ്തീർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്താണ്? അര ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിനെ അങ്ങനെ എടുത്ത് വരച്ചു. പാദം നമുക്കറിയാം 8 സെൻറ്റിമീറ്റർ ആയി, ഇത് 17 സെൻറ്റിമീറ്റർ ആയി. ലംബം നമുക്ക് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്തു. ലംബം നമുക്ക് എത്ര കിട്ടി? 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 60 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെമി സർക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് സർക്കിളിൻ്റെ കാര്യങ്ങൾ അറിയണം, ട്രയാങ്കിളിൻ്റെ കാര്യങ്ങൾ അറിയണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് സെമി സർക്കിൾ എന്ന് പറയുന്ന ഈ ഭാഗം വൃത്തിയായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വരിക. നമ്മൾ ആദ്യം എടുത്തത് ട്രയാങ്കിൾ ആണ്, ഒരു 4-5 പാർട്ടായിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വൃത്തം ചെയ്തു. ഇപ്പോൾ നമ്മൾ സെമി സർക്കിളും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.